രാജ്യത്തിന്റെ സാമ്പത്തിക ഭാഗധേയത്തെ തന്നെ നിർണയിച്ചേക്കുമെന്ന് ഒരു കാലത്ത് പ്രവചിക്കപ്പെട്ട ധാതുമണൽ എന്ന വലിയൊരു നിധികുംഭത്തിന് മുകളിലാണ് കേരളം അടയിരിക്കുന്നത്. ഘടകധാതുക്കളുടെ ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഏറ്റവും മികച്ചതെന്ന് കണ്ടെത്തിയ കരിമണലാണ് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലുള്ളത്. ഖനനപാട്ടത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമ ഭേദഗതിയിലൂടെ കരിമണൽ വീണ്ടും കേരളത്തിൽ ചർച്ചയ്ക്കും എത്തിയിരിക്കുകയാണ്. കരിമണൽ ഉൾപ്പെടെയുള്ള ആറ്റോമിക് ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള അധികാരം നിലവിൽ പൊതുമേഖലയ്ക്ക് മാത്രമാണുള്ളത്. അനുമതി നൽകുന്ന അധികാരം സംസ്ഥാന സർക്കാരിനുമാണ്. നിയമ ഭേദഗതി സ്വകാര്യ മേഖലയ്ക്കും കരിമണൽ ഖനനത്തിനുള്ള വഴി തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭേദഗതി നിലവിൽ വരുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഖനനം പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണമെന്ന സർക്കാരിന്റെ ദീർഘകാലമായി തുടരുന്ന നയത്തിലെ പിന്മാറ്റമാണ് പുതിയ ഭേദഗതിക്ക് കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. ഒപ്പം ആണവധാതുക്കളുടെ പട്ടികയിലുള്ള 12-ൽ 8 എണ്ണത്തെ അതിൽ നിന്ന് മാറ്റി ക്രിട്ടിക്കൽ മിനറൽസ് വിഭാഗത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ധാതുഖനനത്തിനുള്ള 1957-ലെ MMDR നിയമമാണ് കേന്ദ്ര സർക്കാർ ഇതിനായി ഭേദഗതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. MMDR നിയമപ്രകാരം ഖനനത്തിന് അനുമതി നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരമാണ് കേന്ദ്രം പങ്കിടുക. സംസ്ഥാന സർക്കാർ തങ്ങളുടെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഖനനപ്പാട്ടം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അതിന് അവകാശം നൽകുന്നതാണ്. ഭേദഗതിയുടെ പ്രധാന ഭാഗം മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിലിമനൈറ്റ്, സിലിക്കോൺ, റൂട്ടൈൽ എന്നിവ ഉൾപ്പെടെ 8 എണ്ണത്തിന്റെ പട്ടിക മാറ്റവും ആശങ്കയുണർത്തുന്നത് തന്നെയാണ്. ആണവധാതുക്കളുടെ ഖനനത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അനുമതിയുള്ളൂ എന്നിരിക്കെ മോണോസൈറ്റ് ഉൾപ്പെടെയുള്ളവ ആ പട്ടികയിൽ നിന്ന് മാറ്റുന്നതോടെ സ്വകാര്യവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ഉയർത്തുന്ന തടസ്സം മറികടക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. അതോടൊപ്പം ഈ നിയമ ഭേദഗതി ഈ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ ഉയർത്തുന്ന മറ്റൊരു ആശങ്ക. ഇൽമനൈറ്റ്, റൂട്ടൈൽ എന്നിവ അടങ്ങിയ കരിമണലും ലിഥിയം, ബെറിലിയം, സിർക്കോൺ തുടങ്ങിയ മണലും ഉൾപ്പെടെയുള്ളവയാണ് നിയമത്തിന്റെ ഗ്രൂപ്പ് ബി വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത്. ഇവിടെ ഉൽപാദനം ആവശ്യത്തിന് വ്യാവസായിക ആവശ്യങ്ങൾക്ക് തികയുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് ഭേദഗതി വരുന്നത്. മുൻകാലങ്ങളിൽ സംസ്ഥാനത്ത് ഖനന മേഖലയിൽ സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാരുകൾക്ക് പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. തുടർന്ന് ഖനനം പൊതുമേഖലയിൽ തന്നെ നിലനിർത്താൻ സർക്കാരുകൾ തീരുമാനിക്കുകയായിരുന്നു. ഏറെ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും കാരണമായി തീർന്ന കേരള തീരത്തെ ധാതുമണൽ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തുന്നതും തീർത്തും നാടകീയമായ രീതിയിലായിരുന്നുവെന്നതാണ് മറ്റൊരു കൗതുകം. ഹെർഷോംബെർഗ് എന്ന ജർമ്മൻ രസതന്ത്രശാസ്ത്രജ്ഞൻ മോണോസൈറ്റിനു വേണ്ടി നടത്തിയ പര്യവേക്ഷണങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ ധാതുമണൽ ചരിത്രം ആരംഭിക്കുന്നത്. 1909-ൽ ഇന്ത്യയിൽ നിന്ന് കയറ്റിവന്ന ചില കയറുൽപ്പന്നങ്ങളിൽ മോണോസൈറ്റിന്റെ തരികൾ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. കപ്പലിൽ കൊണ്ടുവന്ന കയറുൽപ്പന്നങ്ങളിൽ തീരത്തെ മണൽ പറ്റിപ്പിടിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ നിന്നാണ് മോണോസൈറ്റിന്റെ സാന്നിധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ഇന്ത്യയിൽ എവിടെ നിന്നാണ് ഇത് കയറ്റി വരുന്നതെന്ന് ഹെർഷോംബെർഗ് അന്വേഷണം തുടങ്ങി. ഈ അന്വേഷണം എത്തി നിന്നത് അന്നത്തെ തിരുവിതാംകൂറിലെ മണവാളക്കുറിച്ചി എന്ന കടലോര ഗ്രാമത്തിലാണ്. മണവാളക്കുറിച്ചിയിൽ നിന്ന് വടക്കോട്ട് കൊല്ലം, ആലപ്പുഴ ജില്ലയുടെ തീരദേശങ്ങളിൽ ഇൽമനൈറ്റും മോണോസൈറ്റും ഉൾപ്പെടെ അനേകം അമൂല്യ ധാതുക്കളടങ്ങിയ കരിമണൽ ശേഖരം കണ്ടറിഞ്ഞത് പിന്നീടായിരുന്നു. പതിയെ ഇന്ത്യയും ലോകവും കേരളത്തിലെ കരിമണലിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കേരളത്തിന്റെ കരിമണലിലെ ധാതുക്കളെക്കുറിച്ച് പരീക്ഷണങ്ങൾ നടന്നു. അതിന്റെ ഫലമായി ധാതുമണലിൽ ഇൽമനൈറ്റ്, ഗാർനൈറ്റ്, റൂട്ടൈൽ, ലുക്കോസിൻ, സിലിമനൈറ്റ്, സിലിക്കോൺ, മോണോസൈറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. ലോകത്താകമാനമുള്ള ഇൽമനൈറ്റ് നിക്ഷേപങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 60% ടൈറ്റാനിയം സാന്ദ്രതയുള്ളത് നമ്മുടെ കേരളത്തിന്റെ ചവറയിലെ നിക്ഷേപത്തിനാണ്. ഏകദേശം 80 ദശലക്ഷം ടൺ ഇൽമനൈറ്റ് അടങ്ങിയിട്ടുള്ള 127 ദശലക്ഷം ടൺ ഖനധാതുവാണ് ഇവിടെയുള്ളത്. ടൈറ്റാനിയത്തിന്റെ ഇതേ നിലവാരം തന്നെയാണ് മറ്റു ഭാഗങ്ങളിലെ നിക്ഷേപത്തിലുമുള്ളത്. കേരളത്തിന്റെ തീർത്തും സവിശേഷമായ ഭൂപ്രകൃതിയാണ് ഈ അമൂല്യ ധാതു നിക്ഷേപത്തിന് കാരണമായത്. മലനാടും ഇടനാടും തീരപ്രദേശവുമുള്ള ഭൂപ്രകൃതിയിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ജൈവപ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നിക്ഷേപം ഉണ്ടായിട്ടുള്ളത്. മലനാട്ടിലും ഇടനാട്ടിലുമുള്ള പാറകൾ പൊടിഞ്ഞുണ്ടായ മണൽ പുഴകളിലൂടെ കടലിലെത്തിയിരുന്നു. തിരമാലയാലും കാറ്റാലുമെല്ലാം ധാതുമണൽ വേർതിരിഞ്ഞ് തീരത്തടിയും. കടലിന്റെ കിടപ്പും വേലിയേറ്റ ഇറക്കങ്ങളുടെ രീതികളും കൊണ്ട് ചിലയിടത്തു മാത്രമാണ് മണൽ അടിഞ്ഞുകൂടിയത്. ആറ്റമിക് മിനറൽസ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ പ്രകാരം തെക്കൻ കേരളത്തിലെ ഖനധാതു നിക്ഷേപത്തിൽ പ്രധാനം ഇൽമനൈറ്റ് ആണ്. അത് കഴിഞ്ഞാൽ സിലിമിനൈറ്റും, സിർക്കോൺ, റൂട്ടൈൽ, ലൂക്കോക്സിൻ, മോണോസൈറ്റ്, ഗാർനൈറ്റ് തുടങ്ങിയവയുമാണ്. വടക്കൻ കേരളത്തിൽ മറ്റു ചില ധാതുക്കളും കാണപ്പെടുന്നതായി പറയുന്നുണ്ട്. ഇൽമനൈറ്റ്, റൂട്ടൈൽ എന്നിവ സംസ്കരിച്ചെടുക്കുന്ന ടൈറ്റാനിയവും അതിന്റെ സംയുക്തങ്ങളും വളരെയേറെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്.
പെയിന്റ്, പേപ്പർ, പ്ലാസ്റ്റിക്, തുണി, അച്ചടി മഷി, റബ്ബർ, കളിമൺ എന്നീ വ്യവസായങ്ങളിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉപയോഗിക്കുന്നവയാണ്. ഉപഗ്രഹ പേടകങ്ങൾ, അന്തർവാഹിനി വിമാനം, മിസൈൽ, പേസ്മേക്കർ, ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. വെൽഡിംഗ് ഇലക്ട്രോഡ് ഉണ്ടാക്കാൻ റൂട്ടൈൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. സാനിറ്ററി വസ്തുക്കൾ, ടൈൽ, കളിമൺ പാത്രങ്ങൾ എന്നിവയുണ്ടാക്കാൻ സിർക്കോൺ ഉപയോഗിക്കുന്നുണ്ട്. ലോഹങ്ങൾ മുറിക്കാനും മിനുസപ്പെടുത്താനുമുള്ള ഉപകരണങ്ങൾ, ഡീസൽ എഞ്ചിൻ, ഇൻസുലേഷൻ സാധനങ്ങൾ, സീലുകൾ, പമ്പിൻ്റെ സ്പെയർ പാർട്സുകൾ എന്നിവയുണ്ടാക്കാനും ഇത് വേണം. റയർ എർത്ത് ക്ലോറൈഡ്, റയർ എർത്ത് ഓക്സൈഡുകൾ, സീറിയം ഓക്സൈഡ്, ടൈസോഡിയം ഫോസ്ഫേറ്റ്, തോറിയം ഓക്സൈഡ് എന്നിവ വേർതിരിക്കാനാണ് മോണോസൈറ്റ് ഉപയോഗിക്കുന്നത്. ടൈൽ, പോളിഷിംഗ് ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഗാർനൈറ്റും ഉപയോഗിക്കുന്നുണ്ട്. അലൂമിനിയം ഉൽപ്പാദനത്തിന് പറ്റിയ അയിരാണ് സിൽമനൈറ്റ്. നിലവിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡും കേന്ദ്ര സംസ്ഥാനമായ ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡിനും മാത്രമേ കേരള തീരത്തെ കരിമണൽ ഖനനം നടത്താനുള്ള അനുമതിയുള്ളൂ. ലോകത്ത് ഏറ്റവും ഗുണമേന്മയുള്ള കരിമണൽ ശേഖരം രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും അഭിവൃദ്ധിക്കും ഗുണകരമാകുന്ന നിലയിൽ പ്രയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്പനികൾ സ്ഥാപിച്ചത്. കേരള തീരത്ത് കരിമണൽ ഖനനം നടത്താൻ സ്വകാര്യ കമ്പനികൾക്ക് സുപ്രീം കോടതി 2016 ഏപ്രിലിൽ അനുമതി നൽകിയിരുന്നു. കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ്സ് നൽകിയ ഹർജിയിലായിരുന്നു ഈ വിധിയുണ്ടായത്. 2006 ആലപ്പുഴയിലെ ആറാട്ടുപുഴയിൽ സ്വകാര്യ കമ്പനികൾക്ക് ഖനനം നടത്താൻ അന്നത്തെ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതാണ്. അതിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് അനുമതി പിൻവലിക്കേണ്ടി വന്നു സർക്കാരിന്. പിന്നീട് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഖനനാനുമതി പിൻവലിച്ച തീരുമാനം റദ്ദാക്കുകയുണ്ടായി. അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും വിധി കമ്പനിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ പ്രതിഷേധങ്ങളെ തുടർന്ന് ഈ ഉത്തരവ് നടപ്പാക്കാനായില്ല. കോടതി നടപടികൾ പിന്നീടും തുടരുകയാണ് ചെയ്തത്. കരിമണൽ ഖനനത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നായിരുന്നു സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. ആണവോർജ്ജ ഉൽപ്പാദനത്തിൽ കരിമണൽ അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ധാതു സമ്പത്തുള്ള മേഖലകൾ ഉൾപ്പെടുത്തി മാറ്റിവെച്ച ഖനനത്തിനായി വിട്ടുനൽകണമെന്ന് കോടതി നിരീക്ഷിച്ചത്. കേരള തീരത്തെ ധാതുമണലിലുള്ള ഇൽമനൈറ്റിൻ്റെ അതിഭീമമായ ശേഖരം ഉപയോഗിക്കപ്പെടാതെ കിടക്കുമ്പോൾ നിലനിൽപ്പിനു വേണ്ടി തങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നുവെന്ന് കമ്പനിയും വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാളും കൂടിയ നിരക്കിലാണ് IRE ഇവിടുത്തെ കമ്പനികൾക്ക് ഇൽമനൈറ്റ് വിൽക്കുന്നത്. 7 ധാതുമണൽ മേഖലയിൽ ഇറക്കുമതി പ്രോത്സാഹിപ്പിച്ച് വിദേശ രാജ്യങ്ങളെ സഹായിക്കുന്ന ദുരൂഹമായ നിലപാടാണ് IRE സ്വീകരിക്കുന്നതെന്നും കമ്പനി കോടതിയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ കേരളത്തിൻ്റെ ധാതു സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെന്ന് വാദിക്കുന്നവരെ പോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തി ഖനനത്തെ എതിർക്കുന്നവരുമുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ പലയിടത്തും ഒരു വശത്ത് കടലും മറുവശത്ത് കായലുമാണ്. പല സ്ഥലങ്ങളിലും ഇതിന് രണ്ടിനും ഇടയിലുള്ള പ്രദേശം വളരെ ചെറുതുമാണ്. അവിടങ്ങളിൽ ഖനനം നടത്തിയാൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകുമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ നടത്തിയ അശാസ്ത്രീയ ഖനനം മൂലം കൊല്ലം ജില്ലയിലെ നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെ തീരദേശത്ത് 177.04 ഹെക്ടർ സ്ഥലം കടലിനടിയിലായെന്ന് ആറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റിൻ്റെ തന്നെ പഠനത്തിൽ പറയുന്നുണ്ട്. 2004 ഇന്ത്യയിൽ സുനാമി ഉണ്ടായപ്പോഴും കരിമണൽ ഖനനം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു. തോട്ടപ്പള്ളി, ആലപ്പാട്, ആറാട്ടുപുഴ തുടങ്ങി പലയിടങ്ങളിലും പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടായി. എന്നാൽ ഖനനത്തിൻ്റെ പാരിസ്ഥിതികാഘാതത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതികളെല്ലാം ഖനനത്തിന് അനുകൂലമായ റിപ്പോർട്ടാണ് നൽകി വന്നത്. വേലിയേറ്റമുണ്ടാകുമ്പോൾ കരിമണൽ തീരത്ത് അടിയും. വേലിയിറക്കത്തിൽ അത് കടൽ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നീട് ഈ ധാതു സമ്പത്ത് ചെന്നടിയുക മറ്റേതെങ്കിലും തീരത്താവും. അത്തരത്തിൽ നഷ്ടപ്പെടുത്താതെ ഇത് ഖനനം ചെയ്തെടുക്കാനായാൽ അത് വലിയ നേട്ടമാണെന്ന് ഖനനത്തെ അനുകൂലിക്കുന്നവരുടെ പക്ഷമുണ്ട്. പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിച്ച് ലഭിക്കുന്ന രീതിയിൽ ഖനനം നടത്തി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി പൊതുമേഖലയ്ക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കരിമണൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മണ്ഡലത്തിനും രാജ്യത്തിനും വൻ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യപുരോഗതിക്ക് വേണ്ടി പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നത് തെറ്റായി ഒരു രാഷ്ട്രവും കാണുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നീണ്ടകര മുതൽ കായംകുളം പൊഴി വഴി തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ വരെയുള്ള ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശം ഉൾപ്പെടെയുള്ള കരിമണൽ തീരം വൻ വരുമാന സ്രോതസ്സാണ് തുറന്നിടുന്നത്. ധാതു സമ്പന്നത പണമായി മാറ്റുകയെന്നത് ഏതൊരു സർക്കാരും ചെയ്യുന്ന നടപടിയുമാണ്. ആദ്യമായി കേരളത്തിലെ കരിമണലിൽ ഇലുമിനേറ്റിയതിൻ്റെയും മോണോസൈറ്റിൻ്റെയും സാന്നിധ്യം കണ്ടെത്തിയത് ബ്രിട്ടീഷ് സർക്കാർ ആയിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ജർമ്മൻകാർ കരിമണൽ കടത്ത് തുടങ്ങിയതാണ്. സ്വാതന്ത്ര്യാനന്തരം കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡും കേരള കേന്ദ്ര സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡും കരിമണൽ ഖനനം ആരംഭിക്കുകയും ചെയ്തതാണ്. കഴിഞ്ഞ 80-ലേറെ വർഷമായി കേരള തീരത്തെ കരിമണൽ ഖനനം കേരളത്തിൻ്റെ ഭൂവിസ്തൃതിക്ക് വരുത്തിയ നഷ്ടം
ഇന്നുവരെ അവലോകനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതൊരു രാജ്യവും പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് രാജ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ നടന്ന കരിമണൽ ഖനനത്തിന് മാത്രം അതുണ്ടായിട്ടില്ലെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. തൽഫലമായി കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ 100-ലധികം ചതുരശ്ര കിലോമീറ്റർ കടലെടുത്തുപോയ അനുഭവമാണ് നമുക്കുള്ളത്. ചാവറ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഉദ്ദേശം 50 കിലോമീറ്റർ കടൽത്തീരം ഖനനം മൂലം കടലാക്രമണത്തിൻ്റെ പിടിയിലാണ്. കേരള തീരത്തെ സുനാമി ആക്രമണത്തിൽ 200ഓളം ആളുകൾ കൊല്ലപ്പെട്ട തീരങ്ങളാണിവ. കരിമണൽ ഖനനത്തിന് മുമ്പ് കടൽത്തീരം സുരക്ഷിതമായും ശാസ്ത്രീയമായും പുലിമുട്ടുകളോടെ കരിങ്കൽ ഭിത്തി കെട്ടി വേണമായിരുന്നു ഖനനം തുടങ്ങാൻ. എന്നാൽ സ്വാതന്ത്ര്യത്തിനു മുമ്പും അതിനുശേഷവും നടന്ന കരിമണൽ ഖനനം തീരസുരക്ഷ ഉറപ്പാക്കാതെയാണ് ഈ കാലമത്രയും നടന്നത്. കണ്ടൽക്കാടുകൾ, കാറ്റാടി മരങ്ങൾ, കൈതക്കൂട്ടങ്ങൾ, കള്ളിമുൾച്ചെടികൾ, വള്ളിപ്പടർപ്പുകൾ എന്നിവ കൊണ്ടും കടൽ തീരത്ത് ജൈവ കവചം തീർക്കാമായിരുന്നു. മണൽച്ചാക്കുകൾ അടുക്കി വെച്ചും കോൺക്രീറ്റ് ഉപയോഗിച്ച് മണൽക്കെട്ടുകൾ നിർമ്മിച്ചും കരിങ്കൽ നിറച്ച് വലിയ കൂടുകൾ ബ്ലോക്കുകളാക്കി കടൽ തീരത്ത് അടുക്കി വെച്ചും കടൽ തീരം സംരക്ഷിക്കാമായിരുന്നു. എന്നാൽ KMML-ഉം IREയും കരിമണൽ ഖനനം നടത്തിയത് യാതൊരു തീരസംരക്ഷണവും നടത്താതെയാണ്. കരിമണൽ വേർതിരിച്ച് കിട്ടുന്ന വെള്ളമണൽ പോലും തീരസംരക്ഷണത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിൻ്റെ പ്രത്യാഘാതമായി പാടശേഖരങ്ങൾക്ക് നാശം സംഭവിച്ചിരിക്കുന്നു. പൊന്മന, വെള്ളനാംതുരുത്ത് തുടങ്ങിയ ഗ്രാമങ്ങൾ ഇന്നില്ല. വർഷത്തിൽ 3 പുൽകൃഷി ചെയ്തിരുന്ന പനക്കപ്പാടം, മൂക്കുംപൂപ്പാടം, പൊന്മനപ്പാടം എന്നീ പേരുകേട്ട പാടശേഖരങ്ങൾ സംസ്ഥാനത്ത് മുടങ്ങാതെ കൃഷി നടന്നു വന്നിരുന്നവയായിരുന്നു. ഇന്ന് അവ ഓർമ്മ മാത്രമാണ്. ഖനനം നശിപ്പിച്ച 2 സ്കൂളുകളും 1500-ലധികം കുട്ടികൾ വീതം പഠിച്ചിരുന്നതുമാണ്. ഈ പ്രദേശത്തെ ഇന്നത്തെ മത്സ്യത്തൊഴിലാളികൾ മിക്കവാറും പഠിച്ചത് ഈ സ്കൂളുകളിലായിരുന്നു. പ്രദേശത്തെ ഖനനം കാരണം കടലെടുത്തതുമൂലം റവന്യൂ വകുപ്പ് ഈ പ്രദേശത്തെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും കരമടയ്ക്കേണ്ട എന്ന് രേഖപ്പെടുത്തി 1990 ഉത്തരവിറക്കിയിരുന്നു. കൊല്ലം ജില്ലയിലെ ആലപ്പാട് അടക്കം 23 കിലോമീറ്റർ പ്രദേശവും ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പ്രദേശത്തെ 17 കിലോമീറ്റർ കടൽത്തീര പ്രദേശവുമാണ് അതിദാരുണമായി കരിമണൽ ഖനനത്തിൻ്റെ വ്യാപ്തി മൂലം നശിച്ചില്ലാതായിരിക്കുന്നത്. ഖനനം മൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്ന മലിനീകരണ പ്രശ്നങ്ങൾക്കും പുറമെയാണിത്. ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പ്രദേശങ്ങൾ ഇന്നും ജനനിബിഡമായ പ്രദേശമാണ്. അവിടെ ഒരു വശം കടലും കിഴക്കും കായംകുളം കായലുമാണ്. കടലിനും കായലിനുമിടയിൽ കരയുടെ വീതി 40 മീറ്റർ മുതൽ 300 മീറ്ററും വരെയുമാണ്. കായംകുളം കായൽ സമുദ്രനിരപ്പിന് താഴെയുള്ള കുട്ടനാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ കരിമണൽ ഖനനം സംസ്ഥാനത്തിൻ്റെ നെല്ലറയെ തകർത്തെറിയുമെന്നും പറയുന്നവരുണ്ട്. ആറാട്ടുപുഴ വില്ലേജിൽ ആറാട്ടുപുഴ പഞ്ചായത്തിലെ സർവേ നമ്പർ 1091-347-44-30 രേഖയിലെ സ്ഥലമായ രുദ്രൻ തുരുത്ത് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഉദ്ദേശം 5.5 ഏക്കർ വരുന്ന ഈ സ്ഥലം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ പൂർണ്ണമായും നിലനിന്നിരുന്നതാണ്. അഴീക്കൽ ഭാഗത്തു നിന്നും വെറും 100 മീറ്റർ മാത്രം അകലെ കായലിലുണ്ടായിരുന്ന രുദ്രൻ തുരുത്ത് സമീപകാലത്ത് നടന്ന ഖനനം മൂലമാണ് എന്നേക്കുമായി അപ്രത്യക്ഷമായത്. രുദ്രൻ തുരുത്തിൻ്റെ അവകാശികൾ ഇന്നും ഇല്ലാതായ ഈ കരഭാഗത്തിൻ്റെ കരം അടയ്ക്കുന്നുണ്ടെന്നുള്ളതും വാസ്തവമാണ്. രുദ്രൻ തുരുത്തിൽ 1.5 വർഷം മുമ്പ് വരെ ഒരാൾ പൊക്കത്തിൽ കരിമണൽ ശേഖരം ഉണ്ടായിരുന്നതായും തുരുത്തിൻ്റെ ചുറ്റിനുമുണ്ടായിരുന്ന കടൽക്കാട് ആദ്യം അപ്രത്യക്ഷമായിരുന്നതായും നാട്ടുകാർ ഓർക്കുന്നുണ്ട്. ഒരു കാലത്ത് രുദ്രൻ തുരുത്തിൽ ആയുർവേദ ഔഷധ ചെടികളും പച്ചക്കറികളും തണ്ണിമത്തൻ തുടങ്ങിയവയുടെ കൃഷിയും ഉണ്ടായിരുന്നതായും നാട്ടുകാർ ഓർക്കുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ടൈറ്റാനിയം പോലുള്ള വസ്തുക്കൾ കരിമണലിൽ നിന്നും ഉണ്ടാക്കാതെ കരിമണലെടുത്ത് സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നു എന്നതാണ് ചവറ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ജനങ്ങളുടെ പരാതി. പ്രാദേശിക സമൂഹത്തിന് മലിനീകരണവും കടലാക്രമണവും നൽകി കേരള തീരം കടലിന് വിട്ടു നൽകി ഇനിയും എത്ര കാലം ഖനനം നടത്താനാവും എന്നും അവർ ചോദിക്കുന്നുണ്ട്. ധാതുസമ്പന്നമായ തീരദേശം നാടിൻ്റെ വികസനത്തിന് ഉപയോഗപ്രദമാകുന്നുണ്ടോ? ഖനനം മൂലം ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഈ കമ്പനികൾ എന്ത് പരിപാലനമാണ് നൽകുന്നത്? പരിസ്ഥിതി പ്രത്യാഘാത പഠനം നടത്താതെ ഇനിയും കരിമണൽ ഖനനം തുടർന്നാൽ നാടിന് ആപത്താണ് എന്നുള്ള ആരോപണവും പുറത്തുവരുന്നുണ്ട്.